മൈക്രോസോഫ്റ്റിൽ സംഭവിച്ച സാങ്കേതിക തകരാർ മൂലം ഏറ്റവും അധികം പ്രയാസം നേരിട്ടിരിക്കുന്നത് വ്യോമയാന മേഖലയിലാണ്. നിരവധി വിമാനത്താവളങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. പല വിമാനങ്ങളും സമയം വൈകുകയോ റദ്ദു ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മോടൊപ്പം ബെയ്സ്കോ ട്രാവൽസിന്റെ മാനേജർ മിസ്റ്റർ എജാസ് ചേരുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ മൈക്രോസോഫ്റ്റിലെ ഈ തകരാർ മൂലം നിരവധി വിമാനങ്ങളാണ് സമയം മാറിയിരിക്കുന്നു, ക്യാൻസലായിരിക്കുന്നു. അപ്പോൾ യാത്രക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിലും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാധാരണ എയർപോർട്ടിൽ 3 മണിക്കൂർ മുമ്പാണ് എത്തിച്ചേരാറുള്ളത്. ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ മിനിമം ഒരു 5 മണിക്കൂർ മുമ്പ് എന്നെങ്കിലും എയർപോർട്ടിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ വെബ് ചെക്കിംഗ്, അതേപോലെ ഓൺലൈൻ ചെക്കിംഗ് തകരാറിലാണ്. മാനുവലായിട്ടാണ് ഇപ്പോൾ ചെക്കിംഗ് ചെയ്യുന്നത്. നിലവിൽ ഓൺലൈൻ ചെക്കിംഗ് നടക്കുന്നില്ല എന്നാണോ? അതെ, ഓൺലൈൻ ചെക്കിങ്ങും അതുപോലെ തന്നെ എയർപോർട്ടിലുള്ള ചെക്കിങ്ങും നടക്കുന്നില്ല, സാങ്കേതിക തകരാറുകൾ കാരണം. അതുകൊണ്ട് അവർ മാനുവലായിട്ടാണ് ഇപ്പോൾ ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സമയത്തേക്കാൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറോ നേരത്തെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡേറ്റ് ചേഞ്ച്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പോകുന്ന ആൾക്കാർ ഡേറ്റ് ചേഞ്ച് ചെയ്യുകയോ ക്യാൻസലേഷൻ ചെയ്യുകയോ മോഡിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ് എയർലൈൻ്റെ ഓഫീസുകളിലോ, അതല്ലെങ്കിൽ അവർക്ക് മെയിൽ അയക്കുകയോ, അതല്ലെങ്കിൽ ടെലിഫോണിക്കിലൂടെ, ഈ 3 കാര്യങ്ങളോട് മാത്രം ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് ഡേറ്റ് ചേഞ്ച് ഇപ്പോൾ പ്രായോഗികമായി നടക്കില്ല എന്ന്. അതെ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, വിസ്താര എന്നീ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ എയർലൈനുകളാണ് ഇപ്പോൾ ഇത് അറിയിച്ചിട്ടുള്ളത്. മറ്റ് എയർലൈനുകൾ കൂടി ഇത് ബാധകമായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഓൺലൈൻ വഴി ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നുണ്ടോ? അതായത് ഈ പറഞ്ഞ പോലെ എയർ ഇന്ത്യ എക്സ്പ്രസ്, വിസ്താര, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് മുതലായ എയർലൈനുകളൊക്കെ ഡയറക്റ്റ് ഓഫീസിൽ പോയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇപ്പോൾ ബെറ്റർ. അപ്പോൾ വിമാനയാത്രികർ, പ്രത്യേകിച്ച് പ്രവാസികൾ, മറ്റെന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതായത് ഇപ്പോൾ അത്യാവശ്യമല്ലാത്ത യാത്രകളെല്ലാം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിമാനങ്ങളും ഡിലേ വരുന്നുണ്ട്, വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, പല വിമാനങ്ങളും റദ്ദാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ പ്രവാസികൾ പല ആളുകളും ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ദിവസങ്ങളിൽ, അടുത്ത ആഴ്ചകളിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട യാത്രകൾ മാത്രം അടുത്ത ദിവസങ്ങളിൽ നടത്തുക. അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്ക് ശേഷം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം വിമാന ടിക്കറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അധിക നാൾ ഈ പ്രശ്നം നിലനിൽക്കില്ല. ലോകത്തെ എല്ലാ സംവിധാനങ്ങളെയും കണക്ട് ചെയ്തിരിക്കുന്ന പല കമ്പ്യൂട്ടറുകൾക്കും ഈ പ്രശ്നം സംഭവിച്ചതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ബെയ്സ്കോ ട്രാവൽസ് ആൻഡ് ടൂറിസത്തിൻ്റെ മാനേജർ മിസ്റ്റർ എജാസ്. താങ്ക് യു.